അതുകൊണ്ടാണ് ഈ സുവിശേഷത്തെയൊക്കെ അവസാനിപ്പിക്കുവാൻ നമ്മുടെ നാട്ടിലെ പല അണ്ണന്മാരും ആവുന്ന പണി 58 ചെയ്തിട്ടും ഈ സുവിശേഷത്തിന്റെ പ്രവർത്തനം അതിശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിലരൊക്കെ ഇത് ഇട്ടേച്ചു പോകും, അത് വിഷയമല്ല, കാരണം അവര് നിത്യത പ്രതീക്ഷിച്ചിറങ്ങിയതല്ല. എന്നാൽ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ അനുഭവം അങ്ങനെയല്ല. വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ, ഛത്തീസ്ഗഡിലും ഒറീസയിലുമൊക്കെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഞാൻ കടന്നുപോയപ്പോൾ കാണുന്ന, അറിയുന്ന വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിറവയറോടെ നിൽക്കുന്ന അമ്മമാരുടെ പള്ളയ്ക്ക് കത്തിവെച്ചിട്ട് നിങ്ങൾക്ക് ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ വേണമെങ്കിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ് ജയ് ശ്രീരാമൊക്കെ വിളിച്ചുകൊണ്ട് ഓടണമെന്ന് ചില സംഘി കുഞ്ഞുങ്ങളൊക്കെ പറയുമ്പോൾ നിറവയറോടെ നിൽക്കുന്ന അമ്മമാര് വയറ്റിൻ്റെ അകത്ത് കത്തുകയറിയാലും കുഞ്ഞിനെ കൊന്നുകളഞ്ഞാലും യേശുവിനെ വിട്ടിട്ടൊരു കുഞ്ഞും വേണ്ട, ജീവിതം വേണ്ടെന്ന് പറഞ്ഞ് എത്ര അമ്മമാരെ ജീവനോടെ കുഴിക്കകത്ത് മൂടിയിട്ടും അഭിഷിക്തന്മാരെ പെട്രോൾ ഒഴിച്ച് പച്ചയ്ക്ക് കത്തിച്ചിട്ടും അവർ ഈ പുസ്തകം വിട്ടേച്ച് പോകാതെ ഇന്നും കർത്താവിന്റെ വേലയിലും വിശ്വാസത്തിലും നിലനിൽക്കുന്നത് നിത്യത പ്രതീക്ഷിച്ചാണ്. ആമേൻ. അത് രക്ഷിക്കപ്പെട്ടവന്റെ ലക്ഷണമാണ് ഞാൻ പറഞ്ഞത്. അവരിവിടെ കാണും. ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടായാലും നിത്യത പ്രതീക്ഷിച്ചിറങ്ങി തിരിച്ചവരിവിടെ തന്നെ കാണും. ഹല്ലേലൂയ. അപ്പൊ ഒത്തിരി ആളുകൾ ഇങ്ങനെ ചർച്ചയാണ്, എന്തുകൊണ്ടാണ് ആളുകൾ യേശുവിന്റെ പിന്നാലെ പോകുന്നത്? അതിന്റെ മറുപടി ഇന്ന് രാത്രിയിലെ പ്രസംഗത്തിൽ ഉണ്ടാകും. അങ്ങനെ ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് പെന്തിക്കോസുകാര് ആളുകളെ അവരുടെ മതത്തിൽ കൊണ്ടുപോകുന്നു ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളൊരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് തിരിച്ചു കൊണ്ടുപോക്കണം എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം കഞ്ഞിക്ക് വന്നവൻ കോഴിക്കാല് കണ്ടാ വരാതിരിക്കുമോ? കഞ്ഞി കണ്ട് വന്നവൻ കോഴിക്കാല് കണ്ടാ തിരിച്ചു പോകാതിരിക്കുമോ എന്നാ ചോദിച്ചു. എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ അങ്ങനെ എത്രണ്ണം ഇവിടുന്ന് പോയി, ഇനിയും ചിലത് പോകാനുണ്ട്, പോകട്ടെ. അങ്ങനെ കോഴിക്കാല് കാണിച്ച ആരെങ്കിലും ഈ പന്തലിൽ നിന്ന് 4 എണ്ണത്തെ കൊണ്ടുപോകാൻ ഒക്കുമെങ്കിലും എന്ത് ചെയ്തോണം? കൊണ്ടുപോയിക്കോണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിൻ്റെ പേരിൽ ഞങ്ങൾ ആരും ഇവിടെ കൊടി പിടിക്കുകയോ ട്രാൻസ്പോർട്ടിന് കല്ലെറിയോ ഹർത്താൽ ആഹ്വാനം ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. എന്നാൽ മറുവശത്തൊരു കൂട്ടം ആളുകൾ ഇതിൻ്റെ അകത്ത് കാണും. അവർ നിത്യത പ്രതീക്ഷിച്ചിറങ്ങിയത് കൊണ്ട് കോഴിക്കാല് കണ്ടാൽ പോകുന്നില്ലെന്ന് മാത്രമല്ല, കഴുത്തെ കത്തിവെച്ചിട്ട് യേശുവിനെ തള്ളിപ്പറയണമെന്ന് പറഞ്ഞാൽ, കഴുത്തറുത്ത് കളയുമെന്ന് പറഞ്ഞാൽ, ആ അറുത്ത് വീണ് കിടക്കുന്ന കഴുത്ത് അവിടെ കിടന്നുകൊണ്ട് 2 മിനിറ്റ് വിളിച്ചു പറയും, മറ്റൊരുത്തലിലും രക്ഷയില്ല, മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന ഏക നാമമല്ലാതെ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് 2 മിനിറ്റ് അവിടെ പ്രസംഗിച്ചിട്ടേ ആ കഴുത്ത് നിലയ്ക്കത്തുള്ളൂ. അതാണ് രക്ഷിക്കപ്പെട്ടവന്റെ ലക്ഷണം.